E20 പെട്രോൾ വാഹനങ്ങളുടെ മൈലേജ് വലിയ തോതിൽ കുറയ്ക്കുന്നതായി വാഹന ഉടമകൾ. എഞ്ചിന്റെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുമെന്നും അറ്റകുറ്റപ്പണികൾ കൂടുമെന്നും മെക്കാനിക്കുകളും പറയുന്നു. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. മൈലേജ് കുറയുന്നു എന്നതാണ് പ്രധാനമായ ആശങ്കയായി ചൂണ്ടിക്കാട്ടുന്നത്. E20 പെട്രോൾ വിപണിയിലുണ്ടല്ലോ, അപ്പോൾ ഇത് എഥനോൾ ചേർക്കുന്ന പെട്രോളിൽ മൈലേജ് കുറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഇത് മൈലേജ് കുറയുന്നുള്ളപ്പോൾ ഒരുപാട് കസ്റ്റമറായിട്ട് ഒന്ന് പറയുന്നുണ്ട്. ഇത് മൈലേജ് കുറയുന്നുണ്ട്, അതേപോലെ ടാങ്കിൽ റെസ്റ്റ് വരുന്നുണ്ട്, ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ആവുന്നുണ്ട്. ഈ ഇഞ്ചക്ടറിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഫൈബർ ഓറിങ് ഈ സാധനങ്ങളൊക്കെ ഹാർഡായി പോവാണ്. പെട്ടെന്ന് തന്നെ എഞ്ചിൻ പണിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ B6 വല്ലാണ്ട് ഓടാൻ കഴിയൂല. ഈ B6 എഞ്ചിൻ പെട്ടെന്ന് തന്നെ എഞ്ചിൻ പണി പോവും. ഒരു 1 ലക്ഷം കിട്ടുമെന്നുള്ള സംശയമാണ്. E20 പെട്രോൾ ഉണ്ടല്ലോ, ഇത് മൈലേജ് കുറയ്ക്കുന്നു എന്നൊക്കെ വലിയ ആക്ഷേപം നിലനിൽക്കുക. എങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വണ്ടി. ഇപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. അപ്പം അത് റെഡിയാക്കി കഴിഞ്ഞപ്പം ബാക്കി സെക്കൻഡറി ഫിൽറ്റർ ഉണ്ട്, അതിപ്പോൾ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മെയിനായിട്ട് ഇതിനോട് വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓറിങ്സും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി പോകും. നമ്മളെ റബ്ബർ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ഷോർട്ടേജ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതല്ലാണ്ട് വേറൊരു ബൈക്ക് ഉണ്ട്, ഒരു സ്പോർട്സ് ബൈക്ക് ഉണ്ട്, ഡോമിനാർ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് 25 മൈലേജ് കിട്ടിയുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു 18-20 മാത്രമേ മൈലേജ് കിട്ടുന്നുള്ളൂ. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. എഞ്ചിന് എന്തൊക്കെ തകരാറാണ് വരുന്നത്? പക്ഷേ മനസ്സിലായത് വാറണ്ടിയറൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഈ E20 പെട്രോളേ പൊതുവെ പറയുമ്പോൾ അത് കുറച്ച് സ്വീറ്റ് സ്മെല്ല് ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ കുത്തിയിട്ട് ഓസ് ലീക്കായിട്ടാണ് പെട്രോളൊക്കെ ലീക്കാവുന്നതും ചില സ്ഥലത്തൊക്കെ തീ പിടിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആകുന്ന പ്രശ്നം വെച്ചാൽ ഇപ്പം ഇതിൽ കുറേ കണ്ടാമിനൻസ് കൂടുതലാണ്. മറ്റേ പെട്രോൾ എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഒരു പെട്രോൾ അല്ല നമുക്ക് കിട്ടുന്നത്, എന്നാലും എത്രയോളം കുറവാണ്. പെട്രോൾ 20% ഉണ്ടാകുമ്പോൾ ആ 20% നമുക്ക് കണ്ടാമിനൻസ് കൂടാനുള്ള സാധ്യത കൂടുതലായി. അപ്പോൾ ഈ കാർബറേറ്റർ ബ്ലോക്ക് ആവുക, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരിക, പിന്നെ റബ്ബറുകൾ പൊടിഞ്ഞു വരിക, ഇതിനൊക്കെ ഓരോ പാക്കിങ്ങിന് ഓരോ ഓറിങ്സ് ഒക്കെ വരുമല്ലോ, ഓറിങ്സ് ഒക്കെ പൊടിഞ്ഞു വരിക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മൈലേജ് നല്ല കുറവുണ്ട്. ഇപ്പോൾ ഒരു 30-35 കിട്ടിയെന്നിടത്ത് ഇപ്പോൾ 25-20 കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ ഡിസ്റ്റൻസ് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ കുറവുണ്ട്, നമുക്ക് അറിയുന്ന രീതിക്കുള്ള കുറവുണ്ട്. ഒരു എത്ര കിലോമീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും? ഒരു 5-10 കിലോമീറ്റർ വ്യത്യാസം എന്തായാലും ഉണ്ട്. 5-6 കിലോമീറ്ററിന് വ്യത്യാസമുണ്ട്. ആദ്യമൊക്കെ ഒരു 40 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 30-35 ഉള്ളിലായിട്ടാണ് മൈലേജ് ഇപ്പം ഏകദേശം അറൗണ്ട് കിട്ടുന്നത്. ലോങ് പോകുമ്പോൾ ഏകദേശം ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. സിറ്റി പിന്നെ കുറച്ചുകൂടി ഡൗൺ ആവും. എന്തായാലും 5-8 കിലോമീറ്ററിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ട്. ഇത് മാസത്തിലൊക്കെ നോക്കുമ്പോൾ വലിയ വ്യത്യാസമായിട്ട് വരും അത്യാവശ്യം. പിന്നെ നമ്മളിങ്ങനെ അടിക്കാന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും രക്ഷയില്ലല്ലോ. പിന്നെ മൈലേജ് ഷോർട്ട് ഉണ്ട്, ആദ്യം കിട്ടുന്നതിനെക്കാട്ടി ഒരു 5-10% വരെ ഷോർട്ട് ഉണ്ട്. പിന്നെ വണ്ടീൻ്റെ ബാക്കിയുള്ള കംപ്ലയിൻസ് ഒന്നും അറിയില്ല, അതൊക്കെ ഇനിയിപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ അറിയുള്ളൂ. മൈലേജ് എന്തായാലും കുറച്ച് ഷോർട്ട് ഉണ്ട്. അത് മൈലേജ് ഷോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ മൈലേജ് ഷോട്ട് വരുന്നുണ്ട്. പിന്നെ മിസ്സിങ് പരമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ മറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടിക്ക് മെക്കാനിക്കൽ പരമായിട്ട് ഒരുപാട് പെട്രോൾ പരമായിട്ടുള്ള സംഗതികൾക്കൊക്കെ ചെറിയ ഇഷ്യൂകളും ഉണ്ട്. മൈലേജ് ഷോട്ട് നല്ലോണം ഉണ്ട്. ഏകദേശം എങ്ങനെയായിരിക്കും ഒരു സാധാ ഒരു ബൈക്കിൻ്റെ ഒക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും മൈലേജ്? സാധാരണ ഒരു മൈലേജ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 40 മൈലേജ് കിട്ടുന്ന വണ്ടികൾക്ക് ഒരു 35-36 ആ ലെവലിലോട്ട് വന്നുപോയി. ഒരു മെക്കാനിക്ക് എന്നുള്ള നിലയ്ക്ക് ഈ എഥനോൾ ചേർത്ത പെട്രോൾ വണ്ടിക്ക് നല്ലതല്ല എന്നാണ്? നല്ലതല്ല അല്ല. കാരണം ഒരുപാട് ഇപ്പോൾ ഈ എഥനോൾ വന്നതിന് ശേഷം ഒരുപാട് വണ്ടികൾ നമ്മുടെ അടുത്ത് എത്രയോ വണ്ടികൾ വരലുണ്ട്, ഓരോ പ്രശ്നങ്ങളായിട്ട് വരലുണ്ട്. അത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ വരലുണ്ട്. E20 പെട്രോൾ വാഹനങ്ങളുടെ മൈലേജിൽ കാര്യമായ കുറവ് വരുത്തുന്നു എന്നാണ് മെക്കാനിക്കുകൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത് വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക ചെലവും സൃഷ്ടിക്കുന്ന കാര്യമായി മാറുകയാണ്. നേരത്തെ അടിച്ച പെട്രോളിനേക്കാൾ കൂടുതൽ പെട്രോൾ അടിക്കേണ്ട അവസ്ഥയിലാണ് വാഹന ഉടമകൾ. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.